KSU അടക്കമുള്ള യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും. പക്ഷേ ഇത് ഇനി SFIക്ക് എന്ത് പറയാനുണ്ടാകും ഈ വിഷയത്തിൽ എന്നുള്ളത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം ഈ വിഷയത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ട് കഴിഞ്ഞു. 34ാമത്തെ ഭരണകൂടമായി PM ശ്രീയുടെ ഭാഗമായി കേരളം മാറി നിൽക്കുന്നില്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ് SFIക്ക് പറയാനുള്ളത്, എന്താണ് CPIക്ക് പറയാനുള്ളത്? CPIയെ കേൾക്കുക പോലും ചെയ്യാതെയാണ് ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോയത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്കുകൾ അത് ശരിയാണ്, അത് വാസ്തവമാണ്, അതിനെ ചോദ്യം ചെയ്യുകയല്ല. കേരളത്തിന് അർഹമായ നമ്മുടെ നികുതി പണമായ സംസ്ഥാനത്ത് നിന്ന് പിരിച്ച നികുതി അത് തിരിച്ചു കിട്ടേണ്ട വിഹിതമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ സർവശിക്ഷാ അഭിയാൻ SSAയുടെ 1400 ഈ വർഷത്തെ ഘടുവടക്കം 1444 കോടി രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട്. അത് പല കാരണങ്ങൾ പറഞ്ഞ് മുടക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണം PM ശ്രീയുടെ പണത്തേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് SSAയുടെ ലഭിക്കാനുള്ള പണമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കുട്ടികൾക്ക് അർഹതപ്പെട്ട പണമല്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. അത് ശരിയാണ്. പക്ഷേ അപ്പോൾ കേരളം ഇതുവരെ പറഞ്ഞിരുന്ന വാക്ക്, ഇതുവരെ എടുത്തിരുന്ന നിലപാട് സംഘപരിവാറിന് കീഴടങ്ങില്ല എന്നുള്ള നിലപാടിൽ നിന്നുള്ള വലിയ യൂട്ടേൺ ആണ്, പിന്നോട്ട് പോക്കാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം CPI, ബിനോയ് വിശ്വം, K രാജൻ ഇവരൊക്കെ എന്ത് പറയും നാളെ എന്നുള്ളതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒപ്പിടേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രം. അപ്പോൾ ധാരണയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു ഡൽഹിയിൽ പോയി വിദ്യാഭ്യാസ സെക്രട്ടറി ഹരി. ഇപ്പം ചില നേതാക്കളൊക്കെ പറയും, ഇപ്പൊ MA ബേബിയുടെ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടതിൽ പോലും പറയുന്നുണ്ട്, ഒപ്പുവെച്ചു PM ശ്രീയുടെ ഭാഗമായാൽ പോലും NEP കേരളത്തിലേക്ക് അത് നടപ്പാക്കാതെ നോക്കുമെന്ന്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. PM ശ്രീ എടുത്താൽ ഇതിപ്പോ 1+1 ഓഫർ എന്ന് പറയുന്നത് പോലെയാണ്. NEP ഇങ്ങോട്ട് വരും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. NEP അതനുസരിച്ചുള്ള കരിക്കുലമായിരിക്കും ആ സ്കൂളുകളിൽ, തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതറിയാത്തവരല്ല ഈ നേതാക്കൾ. അതാ പദ്ധതിയുടെ PM ശ്രീ പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, ഈ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക എന്നുള്ളത്. ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ പേര് സ്കൂളിൻ്റെ മുൻവശത്ത് എഴുതി വയ്ക്കണം എന്നുള്ള മാനദണ്ഡമുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല മാനദണ്ഡങ്ങൾ, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പല മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ കേരളം ആദ്യം മുതലേ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഈ പദ്ധതിയിൽ ചേരാൻ കേരളം വൈകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് കേരളം എടുത്തതുകൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ പദ്ധതിയിലേക്ക് ചേരാൻ പോകുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം, സ്വാഭാവികമായും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാമെന്ന് അറിയിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഒപ്പുവെക്കുക. അങ്ങനെ ഒപ്പുവെച്ചിരിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ട് പോകില്ല എന്ന് 2-3 ദിവസം മുമ്പ് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത ദിവസം ഈ ഒപ്പുവെച്ചതിന് ശേഷം, ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയേണ്ടിയിരിക്കുന്നു. കൂടാതെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മാനദണ്ഡങ്ങൾ, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഇനി ഏതൊക്കെ അയഞ്ഞുകൊടുത്തു, ഏതൊക്കെ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നു, ഇതിലേതെങ്കിലും അംഗീകരിക്കാതിരുന്നാൽ അത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നതിന് തടസ്സമാകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയേണ്ടിയിരിക്കും.